സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ആമേൻ ദൈവഹിതം അറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു ദൈവമല്ലേ അവൻ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഉറങ്ങുന്ന എലിയാവിന്റെ അടുത്ത് ഗുഹയിൽ ചെന്നിട്ട് പറഞ്ഞു, എലിയാവേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിന് ഉള്ളിൽ കിടക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് ദൂതൻ വന്ന് തട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞു, പത്രോസേ, എഴുന്നേൽക്കടാ മോനെ, നീ എന്തിനാ അവിടെ കിടക്കുന്നത്? ഹേരോദാവ് നിന്നെ തട്ടിക്കളയാൻ അവന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയെ പൊടിക്കാനാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നത്. എഴുന്നേക്ക, അരകെട്ട, ചെരുപ്പിട്ട് എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ പത്രോസ് ദൂതന്റെ പുറകെ പോയപ്പോ ദൂതൻ ചെന്ന് നിന്നടത്തൊക്കെ കതകുകള്, ഗേറ്റുകൾ തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ കൽത്തുറുങ്കുകള് ദൂതൻ ചെന്ന് നിന്നപ്പോഴേ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ വായിക്കുന്നത് അവസാനത്തെ ഗേറ്റ്, പട്ടണത്തിലെ ഗേറ്റ് അവൻ ചെന്ന് നിന്നപ്പോ തനിയെ തുറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഏത് കാരാഗ്രഹത്തിന്റെ അകത്ത് നിന്നെ പൂട്ടിക്കെട്ടി തകർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കൈ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്നത് ദൈവകരമായിരിക്കും, ദൈവത്തിന്റെ ദൂതനായിരിക്കും. ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ 1,85,000 പേര് ആമേൻ തകർക്കുവാൻ തക്കവണ്ണം ദൂതന് കഴിയുമെങ്കിൽ കോടി കോടി ദൂത സൈന്യം നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവനെന്നും ഭയപ്പെടുന്നവനായിരിക്കും.